11, 22, 33, 44 ഇങ്ങനെ സെയിം നമ്പർ വരികയാണെങ്കിൽ അതിൻ്റെ സ്ക്വയർ എങ്ങനെ കാണാമെന്ന് നമുക്ക് നോക്കാം. എക്സാമ്പിൾ നമുക്ക് 22ൻ്റെ ക്യൂബ് കാണാം. 22ൻ്റെ ക്യൂബ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെയിം നമ്പർ ഏതാ? 2 അല്ലേ? രണ്ടും സെയിം നമ്പർ 2. അങ്ങനെയാണെങ്കിൽ 2ൻ്റെ നമ്മൾ ക്യൂബ് എടുക്കും. 2ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണല്ലോ. 8 ആണെങ്കിൽ നമ്മൾ 4 പ്രാവശ്യം 8 എഴുതും. റൈറ്റ്. സെയിം മെത്തേഡ് ആദ്യത്തേതും അവസാനത്തെയും നമ്മൾ ഒഴിവാക്കിയിടും. എന്നിട്ട് മിഡിൽ നമ്പേഴ്സിന് നമ്മൾ എന്ത് ചെയ്യും? ഡബിൾ ചെയ്യും. 8ൻ്റെ ഡബിൾ എത്രയാടാ? 16. 8ൻ്റെ ഡബിൾ 16 തന്നെ. ഇതെന്ത് ചെയ്യും? ആഡ് ചെയ്യും. 8 + 0 എന്ന് പറയുന്നത് എനിക്ക് എന്ത് കിട്ടും? 8 കിട്ടും. 8 + 16 എന്ന് പറയുന്നത് 24 കിട്ടും. 24ന് ഞാൻ 4 എഴുതും. 2 ഞാൻ ക്യാരി ചെയ്ത് എഴുതും. 8 + 2 എന്ന് പറയുന്നത് 10 ആണ്. 10 + 16 26 കിട്ടും. 26ന് ഞാൻ 6 എഴുതും. 2 ഞാൻ ക്യാരി ഫോർവേഡ് ചെയ്യും. 2 + 8 എന്താണ്? 10 ആണ്. സോ 10, 6, 4, 8 എന്ന് പറയുന്നതാണ് 22ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ നോക്കടാ. 33യുടെ ക്യൂബ് അല്ലേ? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? 27 എഴുതും. 3യുടെ ക്യൂബ് 27. 4ഉം 27 എഴുതും. 27, 27, 27 ആണല്ലോ. മിഡിൽ ഡിജിറ്റിനെ നമ്മൾ എന്താക്കും? ഡബിൾ ചെയ്യും. ഇതും കൺസിഡർ ചെയ്യേണ്ട. മിഡിൽ ഡിജിറ്റ് ഡബിൾ ചെയ്യുമ്പം 27ൻ്റെ ഇരട്ടി എത്രയാടാ? 54. 54 വരും. ഇതും 54 തന്നെ വരും. ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 7 അല്ലേ? 27ന് ഞാൻ 7 എഴുതും. 2 ഞാൻ ക്യാരി ഫോർവേഡ് ചെയ്യും. 27ഉം 2ഉം 29, 29ഉം 54ഉം 63ഉം 20ഉം 83ന് ഞാൻ 3 എഴുതും. 8 ക്യാരി ഫോർവേഡ് ചെയ്യും. 27 8 എത്രയാടാ? 35. 35 + 54 89. 89 ഞാൻ 9 എഴുതും. 8 ഞാൻ ക്യാരി ഫോർവേഡ് ചെയ്യും. 8 + 27 എത്രയാണ്? 35 അല്ലേ? 35937 എന്ന് പറയുന്നതാണ് 33യുടെ ക്യൂബ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 44ൻ്റെ ക്യൂബ് എത്രയാണ്? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക.